അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംഭാഗ് സംഘടനാ സെക്രട്ടറി ശ്രീധരേട്ടനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുക. സമൂജ മാതാജി, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അമ്മമാരെ, സഹോദരിമാരെ, മറ്റ് വിശിഷ്ട ജ്യേഷ്ഠ സഹോദരന്മാരെ, സാദര നമസ്കാരം. അവസാനത്തെ കാലാംശമാണ്. സമയം വളരെ വൈകി രാവിലെ മുതൽ ഇരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ പതിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാലത്ത് ഹിന്ദു എന്നെ വിളിക്കണ്ട, എന്നെ വേണമെങ്കിൽ കഴുത എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഐ ആം നോട്ട് എ ഹിന്ദു എന്നാണ് EMS പറഞ്ഞത്. ആര് പറഞ്ഞു ഞാനൊരു ഹിന്ദുവാണെന്ന് എന്ന് പറഞ്ഞ നേതാവ്? എന്നാൽ 1984 വിശ്വഹിന്ദു പരിഷത്ത് രാമജന്മഭൂമി പ്രക്ഷോഭം ഏറ്റെടുത്തത് മുതൽ അതിന്റെ പ്രക്ഷോഭത്തിന്റെ താഴ്വഴികളിൽ നമ്മൾ ജനങ്ങളെ മുമ്പായി വെച്ച് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാമജന്മഭൂമി തർക്കവസ്തുവല്ല. 2, ഭാരത് വിദേശ ആക്രമി. 3, രാമജന്മഭൂമിയിൽ ക്ഷേത്രമുയരും. ഈ 3 കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടക്കുക. അപ്പൊ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരിക്കലും നടക്കില്ല എന്ന് നമ്മുടെ ഹിന്ദു സമൂഹം പോലും ചിന്തിച്ച സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യം ജനങ്ങളിൽ വെക്കുന്നത്. രാമജന്മഭൂമിയിൽ ക്ഷേത്രമുയരും എന്ന് 1984 മുതൽ നമ്മൾ പറഞ്ഞു. കേരളത്തില് ഈ സമയത്ത് പല ആൾക്കാർ ഈ പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിൽ അവർ പറഞ്ഞത് രാമൻ അവിടെ തന്നെയാണോ ജനിച്ചത്, അതിനെന്ത് തെളിവാണുള്ളത്? മാത്രമല്ല, നാട്ടിൽ മുക്കിന് ക്ഷേത്രങ്ങൾ തകർന്നു കിടക്കുന്നുണ്ട്. നിങ്ങൾ കഥ നന്നാക്കിയാൽ പോലെ. അങ്ങനെ നമ്മുടെ വീഡിയോ തലത്തിൽ ആളുകളുടെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത സമയത്ത്, സമ്പർക്കം ചെയ്യുന്ന സമയത്ത്, കവലകളുടെ പൊതുയോഗം കഴിഞ്ഞ് പോകുന്ന സമയത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പരിപാടി നടന്ന സമയത്തൊക്കെ പരിഹാസങ്ങൾ. പക്ഷെ ഈ പ്രക്ഷോഭം 84 നമ്മളെ രാമജാനകി രഥയാത്ര നടത്തി 6 കോടി ജനങ്ങളിലേക്ക് ഈ ഒരു സന്ദേശം എത്തി. ലോക ചരിത്രത്തിൽ ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കത്തിൽ ഇത്രയും ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭം ലോകത്ത് നടന്നിട്ടില്ല. അതിന്റെ തെളിവ് രാമശിലാ പൂജ ആ പ്രക്ഷോഭത്തിലെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഓരോന്നുക്കനുസരിച്ച് എണ്ണം കൂടി വന്നു. അവസാനം രാമജന്മഭൂമിയുടെ കോടതി വിധി വരുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെയുള്ള സകല നേരത്തെ നമ്മൾ എതിർത്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, ചേട്ടാ നമുക്ക് അനുകൂലമായിരിക്കും വിധി, അത് ശ്രീരാമ ജന്മഭൂമി തന്നെയാണ്, നമുക്ക് അനുകൂലമായി തന്നെ വരും എന്നിവിടെയുള്ള ഓരോ
നമ്മളെ നേരത്തെ എതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മറ്റു രാഷ്ട്രീയക്കാരും എല്ലാ ആൾക്കാരും സമസ്ത ഹിന്ദുക്കളും സ്വകാര്യമായിട്ടെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അനുകൂലമാവും. ഇതെങ്ങനെ വന്നു? നേരത്തെ പരിഹസിച്ച ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഈ മാറ്റി പറഞ്ഞത്. അവസാനം അക്ഷത വിതരണം നടന്ന സമയത്ത് പല ഭാഗത്തും നമ്മുടെ സംഘടനാ ദൗർബല്യം കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ആൾക്കാർ നമ്മളെ വിളിക്കാൻ തുടങ്ങി. എനിക്ക് അക്ഷരം കിട്ടിയില്ല, എന്റെ ഭാഗത്ത് അക്ഷരം കിട്ടിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നും അക്ഷരത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് പലരും. എങ്ങനെ ഈ ഒരു പ്രക്ഷോഭത്തിന് ഈ തരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു? രാമജന്മഭൂമിയുടെ മോചനത്തിന് വേണ്ടി വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ പല പരിപാടികൾ നടത്തി ജനമനത്തിൽ അവരുടെ ഹൃദയത്തിൽ രാമനാരാണ്, രാമനോടുള്ള ആ ഭയഭക്തിയും രാമന്റെ ജീവിതവും അതിന്റെ സന്ദേശങ്ങളും ഇവിടുത്തെ ഓരോ ഹിന്ദുവിന്റെ ഹൃദയത്തിലും കെടാവിളക്കായി നമ്മൾ കത്തിച്ചു വെച്ചു. അവന്റെ വീടുകളില്, അവന്റെ കുടുംബാംഗങ്ങളില് ഒക്കെ സ്വാധീനം ഉണ്ടാക്കി. അവർ രാമതരംഗ് തന്നെ അതിന്റെ ഭാഗമായി ഉണ്ടായി. അതാണ് ഓരോ ഹിന്ദുവും പറയുന്നത്, അയോധ്യയിൽ പോകേണ്ടത് എന്റെ അടുത്ത സംവിധാനം എന്താണ്? എനിക്കും പോകണം, എന്റെ കുടുംബത്തിനും പോകണം. ഇങ്ങനെ ഈ പ്രക്ഷോഭത്തെ, ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തെ നയിച്ച് 2024 നമുക്ക് ഈ വർഷം അത് പൂർത്തിയാക്കാൻ സാധിച്ചത് വിശ്വ ഹിന്ദു പരിഷത്തും സന്യാസിമാർ. ഈ ചരിത്രം നമ്മൾ മറന്നു പോകരുത്. ഹിന്ദു എന്ന് വിളിക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ മാത്രമാണോ ഹിന്ദുക്കൾ? നിങ്ങൾ ഹിന്ദുവിന്റെ പുസ്തകങ്ങളും നിങ്ങൾ കാണോ എന്ന തരത്തിലേക്ക് വന്നു തുടങ്ങി. അഭിമാനിക്കൂ നാം ഹിന്ദുക്കൾ എന്ന് ബി.ജെ.പി. പറഞ്ഞ സമയത്ത് അതിനെ പരിഹരിച്ചു. ഇന്ന് പല വീടുകളിലും അക്ഷതവും തീർത്ഥജലത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്ഥലത്തും നമ്മൾ അതിന്റെ സന്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഓരോ വീടുകളിലും എന്റെ വീട്ടിലേക്ക് വരണം, അതെവിടെ വന്നാൽ കിട്ടും. ഈ ഉടനുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അത് 1982 വിശാല ഹിന്ദു സമ്മേളനം നടത്തിയ സമയത്ത് രാമായണ മാസക്കാലം ആരും ആചരിച്ചിരുന്നില്ല, കർക്കിടക മാസം. ആ സമയത്ത് നമ്മള് ആ സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും ആധിപത്യമുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷെ ആ ആഹ്വാനത്തിന് ശേഷം ഇന്നും കർക്കിടക മാസം എടുത്തു നോക്കിയാൽ എല്ലാ വീടുകളിലും ക്ഷേത്രങ്ങളിലും പാരായണവും പ്രഭാഷണവും ഒക്കെയാണ്. എന്നാ ഹിന്ദു എന്ന് വിളിക്കേണ്ടാത്ത ഒരു സംസ്ഥാനമായിട്ട് ഈ ഒരു മാറ്റം എങ്ങനെ കൊണ്ടുവന്നു? ശങ്കരാചാര്യന്മാർ പോലും തമ്മിൽ കണ്ടാൽ മിണ്ടില്ല, ടെലിഫോണിൽ സംസാരിക്കില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പ്രശ്നസങ്കീർണമായിട്ടുള്ള ഹിന്ദു സമാജം. അവിടെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ രണ്ടാമത്തെ സത്സംഗയിലേക്ക് പരമ്പൂജനീയ മാധവ സദാശിവ ഗോൾവാൾക്കർ ഗുരുജി എന്ന് വിളിക്കുന്നത്. ഇതിനെന്താണ് വഴി? ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ അവിടെ പ്രശ്നമാണ്. വിവിധ തട്ടിലായി വിഭജിച്ച് കിടക്കുന്ന ഹിന്ദു സമൂഹം. അതിന് അദ്ദേഹം ശങ്കരാചാര്യന്മാർ, ദലൈലാമ, സി.പി. രാമസ്വാമി അയ്യർ, കരൺ സിംഗ്, അന്നത്തെ ഹിന്ദു നേതാക്കന്മാര് പ്രധാനപ്പെട്ട എല്ലാ ആചാര്യന്മാരായിട്ടും നിരന്തരമായി ചർച്ച നടത്തിയതിന്റെ അവസാനം ഒരു പൊതുവേദി വേണം. അങ്ങനെയാണ് 1984 ബോംബെയിലെ സാന്തിവനി ആശ്രമത്തിൽ ചിന്മയാനന്ദ സ്വാമി സ്ഥാപനമായിക്കൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രസ്ഥാനത്തിൽ രൂപം കൊടുത്തു. ശരിക്കും ഇതിന്റെ പ്രേരണ, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ പരമ്പൂജനീയ ഗുരുജിയാണ്. 1976 ആദ്യ ലോക ഹിന്ദു സമ്മേളനം വെച്ചിട്ട് അതിന്റെ പ്രഖ്യാപനം നടന്നു. എന്താ പ്രഖ്യാപനം? നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നസങ്കീർണമായിട്ടുള്ള ഹിന്ദു സമൂഹത്തിനെ ഒരു
എന്താ പറയുക, ചരിത്രത്തിൽ സ്വർണ്ണലിപികളായി എഴുതപ്പെട്ട ഒരു സംഭവം. ശങ്കരാചാര്യർ പ്രഖ്യാപിച്ചു, ഹൈന്ദവ സഹോദര സർവേ, എല്ലാ ഹിന്ദുക്കളും സഹോദരന്മാരാണ്. അന്ന് വേദിയിൽ പരപ്പള്ളിയിലെ ഗുരുജി ഇരിക്കുന്നുണ്ടായിരുന്നു. ശങ്കരാചാര്യൻ ഈ കാര്യം പ്രഖ്യാപിച്ച സമയത്ത് സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഗുരുജി കൈകൊട്ടി ചിരിച്ചു എന്നുള്ളതാണ്. ആ പ്രഖ്യാപനത്തിന് അത്രയും പ്രസക്തിയുണ്ട്. അത്രയും പ്രശ്നസങ്കീർണമായിട്ടുള്ള സമയത്താണ് ആ പ്രഖ്യാപനം വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് ഈ ഹിന്ദു ഉണർവ് ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഘട്ടഘട്ടമായിട്ട് നമ്മൾ സ്വാഭിമാന ഹിന്ദുവാക്കി മാറ്റിയത്? 500 വർഷക്കാലം രാമജന്മഭൂമിക്ക് വേണ്ടി യുദ്ധം നടന്നു എന്ന് പറയുന്നു. 40 വർഷം കൊണ്ട് 84 തുടങ്ങി 2024 പൂർത്തിയാക്കുന്ന സമയത്ത് 40 വർഷം കൊണ്ട് അതിന് പരിഹാരം കണ്ടു, ക്ഷേത്രം നിർമ്മിച്ചു. ഇതിവിടുത്തെ ഹിന്ദുവിനെ വളർത്തിയതിന്റെ ഫലമായി ഓരോ ഘട്ടങ്ങളിലാണ്. അവസാനം നമ്മൾ 25 കോടി ജനങ്ങളിലേക്ക് നമ്മുടെ അക്ഷത വിതരണം നടന്നു. 2,74,000 സ്ഥലങ്ങളാണ് ആദ്യത്തെ ശിലാപൂജ നടന്നതെങ്കിൽ രാമജന്മഭൂമിയുടെ ധനസമാഹരണം 12 ലക്ഷം ഗ്രാമങ്ങളിലാണ്. എത്രയോ ഇരട്ടി. 13 കോടിയാണ് സമ്പർക്കം ചെയ്തതെങ്കിൽ ഇപ്പോ 25 കോടി ജനങ്ങളിലേക്ക് എത്തി അക്ഷരവിതരണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഹിന്ദു ഫലമായിട്ടാണ് ഭാരതത്തിൽ ഇന്ന് കാണുന്ന സകല മാറ്റങ്ങൾക്കും കാരണം. അന്ന് ശങ്കരാചാര്യർ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സന്യാസിമാർക്ക് മാർഗദർശക മണ്ഡലം എന്ന സംഘടന രൂപം കൊള്ളുന്നതും എല്ലാ ശങ്കരാചാര്യന്മാരും 10,000-കണക്കിന് എല്ലാ തലത്തിൽപ്പെട്ട സന്യാസിമാരും ഉൾപ്പെടുന്ന മാർഗദർശക മണ്ഡലം എന്ന സന്യാസി സംഘടന രൂപം കൊള്ളുന്നു. അതിന്റെ കേരളത്തിലെ അധ്യക്ഷൻ സംപൂജ്യ സ്വാമി ചിദാനന്ദപുരിയാണ്. അപ്പൊ മാർഗദർശക മണ്ഡലം എന്ന് പറയുന്ന സന്യാസി സംഘടന ഹിന്ദു സമൂഹത്തിന്റെ മാർഗദർശിയായിട്ട് അതൊക്കെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. അപ്പോ രാമജന്മഭൂമി എന്ന് പറയുന്ന ഒരു ക്ഷേത്ര നിർമ്മാണം കൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ഓരോ ഹിന്ദുവിന്റെയും ഉണർത്തു പാട്ടായിരുന്നു രാമജന്മഭൂമി. ഇന്ന് ഈ കാണുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പരിവർത്തനങ്ങൾക്കെല്ലാം കാരണം രാമജന്മഭൂമിയുടെ പ്രക്ഷോഭമാണ്, അതിന്റെ വിജയമാണ്. അതിന്റെ ഭാഗമായിട്ട് വന്ന സ്വാധീനമാണ് ഇന്നത്തെ എല്ലാ രാഷ്ട്രീയ പരിവർത്തനത്തിന്റെയും കാരണം. ഇത് നമ്മൾ മറന്നു പോകരുത്. ഇത് നമ്മൾ ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം. ഇതൊക്കെ പരമപൂജ്യനെ ഗുരുജി വിശ്വ ഹിന്ദു പരിഷത്ത് നടന്ന ആ മഹാപ്രസ്ഥാനം ആപാലവൃത്തം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാനും വിശിഷ്യ സന്യാസിമാർക്ക് ഹിന്ദു സമൂഹത്തിന് മാർഗദർശനം കൊടുക്കാനും ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ മാറ്റങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, വിശ്വ ഹിന്ദു പരിഷത്ത് രാമജന്മഭൂമി പോലുള്ള ക്ഷേത്രങ്ങളുടെ മോചനം മാത്രമല്ല, ഗർവ് സേ കഹോ ഹം ഹിന്ദു ഹേ, അഭിമാനത്തോടെ പറയൂ ഞാനൊരു ഹിന്ദുവാണ്. ഇതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്ന ആദ്യത്തെ കാര്യം. അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ പദ്ധതികളുണ്ട്. ഇപ്പൊ 10,000-കണക്കിന് ആളുകള് നമ്മുടെ അടുത്ത് മതം മാറി പ്രലോഭനങ്ങൾ പെട്ടിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ മതം മാറിപ്പോയ ആൾക്കാരുണ്ട്. 10,000 കേരളത്തിലടക്കം. അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തെ വലിയൊരു ജനവിഭാഗം മാറിപ്പോയിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് ധർമ്മപ്രസാദ് എന്ന് പറയുന്ന നമ്മുടെ ആയാമം തുടങ്ങി ഏഷ്യയിൽ 1 കോടിയിൽ പരം ആളുകളെ നമ്മൾ മാതൃധർമ്മത്തിലേക്ക് തിരിച്ചു. ഇതെല്ലാം പറയുമ്പോൾ ഉച്ചത്തിലെ ജയശ്രീരാം നേരത്തെ സ്വാമിക്ക് പറഞ്ഞ സമയത്തും ആർക്കോ വേണ്ടി വിളിക്കുന്ന പോലെ തോന്നാൻ പാടില്ല. മലപ്പുറം ജില്ലയാണ്. ജയ് ശ്രീരാം, ജയ് ശ്രീരാം.
പറഞ്ഞു വരുന്ന പ്രവർത്തനം 1 കോടിയിൽ പരം ആളുകളെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. ഇത് കേരളത്തിന്റെ ഇതിന്റെ എണ്ണം കുറവാണ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഓരോ മാസവും അതിന്റെ ഓൾ ഇന്ത്യ ബൈഠക്ക് നടക്കുന്ന സമയത്ത് ഗുജറാത്ത് 50,000, 50,000, 1,00,000, 1,10, 1,70, 1,30 ഇങ്ങനെ വരും. പക്ഷെ നമ്മുടെ സർക്കാർ ആയതുകൊണ്ട് അതിന് വലിയൊരു പ്രചരണം കൊടുക്കണ്ട. അത് നമ്മളെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരുതായി തിരിച്ചുവിടും. ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരാരോപണം കൊണ്ടുവരാൻ സാധ്യത. അതുകൊണ്ട് ഗർഭാപ്പസി എന്ന് പറയുന്ന തിരിച്ചുകൊണ്ടുവരുന്ന പ്രവർത്തനത്തിന് വലിയ പ്രചരണം കൊടുക്കണ്ട, പക്ഷെ നടക്കണം. പറഞ്ഞു വന്നത് ആ പ്രവർത്തനം ഇന്നും നടക്കുന്നു. പൂമ്പുള്ളി മലയ്ക്കൽ 6-ാം തമ്പുരാന്റെ മകളെ മതമായി, കാട്ടുപാട് നമ്പൂതിരിപ്പാടിന്റെ മകളെ മതമായി, മുൻമന്ത്രി ശിവദാസ മേനോന്റെ മകളെ മതമായി, ബോധപൂർവമായിട്ട് ഉന്നത കുടുംബങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്ത് പിടിച്ചു. സീതി ഹാജിയുടെ മരുമകളെ നമ്മളിപ്പോൾ കൊണ്ടുവരുന്നു. മഞ്ചനാംകുഴി അലിയുടെ ഭാര്യ, അലി എന്ന് പറയുന്ന MLA-യുടെ ഭാര്യ അരികത്തിയെ നമ്മൾ കൊണ്ടുവന്നു. ചെറിയ മമ്മൂക്കയുടെ ഭാര്യയുടെ അരികത്തിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പിടിച്ചതല്ല. സ്വാഭാവികമായിട്ട് വന്ന സമയത്ത് സംരക്ഷണം കൊടുത്ത് നമ്മളെ കൂടെ നിർത്തിയതാണ്. ഞാൻ പറഞ്ഞു വന്നത് മതം മാറി പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനം വിശ്വഹിന്ദു പരിഷത്ത് തുടങ്ങിയതാണ്. അതിനു മുമ്പേ സ്വാമി ശ്രദ്ധാനന്ദൻ തുടങ്ങിയിരുന്നു. ആ സ്വാമി ശ്രദ്ധാനന്ദന ഒരു ഭീകരവാദി വെടിവെച്ച് കൊള്ളുകയും ചെയ്തു. അപ്പം സംഘടന ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് വിശ്വഹിന്ദു പരിഷത്താണ് ഇന്നും ആ പ്രവർത്തനം നടത്തുന്നത്. അപ്പോ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള മതമാറ്റവും പ്രലോഭനങ്ങൾക്കും എതിരായിട്ടുള്ള ബോധവൽക്കരണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, അവരെന്തുകൊണ്ട് മതം മാറുന്നു ഇതിലൊക്കെയുള്ള പഠനം, അതിന് പരിഹാരം. ഇത് ഈ മേഖലയിൽ നടക്കുന്ന ഈ പ്രവർത്തനം ധർമ്മപ്രസാദം എന്ന് പറയുന്ന ആ സംഘടന ആ രംഗത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഫക്രുദ്ദീൻ അലി. അദ്ദേഹം പറയും, നിങ്ങളെ പറയും ഇന്നേ കക്ഷിക്ക് വോട്ട് കുറവാ, അല്ലെ ഇന്നേ സ്ഥലത്ത് സ്വാധീനമില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ഏകൽ വിദ്യാലയം, അദ്ദേഹം പറയുന്ന ഏകൽ വിദ്യാലയം, വനവാസി വികാസ കേന്ദ്രം, ഇതൊക്കെ ആ സംഘടന ഭാഗമാണ്. അവർക്ക് അത്രയും സ്വാധീനം വനവാസി മേഖലയിലുണ്ട്. പലപ്പോഴും ഫക്രുദ്ദീൻ അലി അടുത്ത വർഷം പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഏകൽ വിദ്യാലയം എന്ന് പറയുന്ന വിശ്വഹിന്ദു പരിഷത്തിന്റെ വനവാസി അടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. 1,10,000 ഇതിന്റെ യൂണിറ്റ്. അപ്പൊ വനവാസി വികാസ കേന്ദ്രത്തിനും ഏകൽ വിദ്യാലയം, ഇതൊക്കെയാണ് ഹിന്ദു സമാജത്തിന്റെ നിലനിൽപ്പിന് മതം മാറി പോവാതെ സംരക്ഷിക്കുകയും ഓരോ പിന്നോക്ക വിഭാഗങ്ങളുടെയും പോയുള്ള പ്രവർത്തനവും. ഇങ്ങനെയാണ് അവിടെ അതൊക്കെ രാഷ്ട്രീയ രാജനൈതിക രംഗത്ത് പലപ്പോഴും അത് വോട്ടായി മാറുകയും ആ രംഗത്ത് പരിവർത്തനം എത്താൻ നമുക്ക് സാധിച്ചു. അപ്പൊ ഏകൽ വിദ്യാലയ എന്ന് പറയുന്നത് വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരു ആയാമാണ്. ബാബുലാൽ മറാണ്ടിയെ പോലുള്ള പല കേന്ദ്രമന്ത്രിമാരും ഈ ഏകൽ വിദ്യാലയത്തിൽ കൂടി വന്നാണ്. നമ്മുടെ നഞ്ചിയമ്മ, എല്ലാവർക്കും നഞ്ചിയമ്മയെ അറിയാം. നഞ്ചിയമ്മ നമ്മുടെ അട്ടപ്പാടി പ്രകടന്റെ ദീർഘകാല പ്രസിഡന്റായിരുന്നു. ഓം നമഃ ശിവായ. എനിക്ക് ഒന്ന് പോവേണ്ട ആവശ്യമുണ്ട്. കുറച്ച് ഗസ്റ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അമ്മയുടെ ബാക്കിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരിപ്പോൾ അവിടെ എത്തും. അപ്പോൾ അതിനു മുന്നേ ഞാൻ എത്തണം. ചെന്നൈയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ ഒരു വേദി വിട്ടിട്ട് ഇങ്ങനെ പോയിട്ടില്ല. ഒരുപാട് സങ്കടമുണ്ട്. എന്തായാലും പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും എൻ്റെ നമസ്കാര. എല്ലാവരും നമ്മുടെ ക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ചിന്താമണി ഭാഗ്യേശ്വരി മൂകാംബിക ക്ഷേത്രമാണ്. മാറ്റാൻ പറ്റുന്നവർ വരിക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇപ്പോൾ ഇവിടെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അമ്മയുടെ ഒരു സഹായം എപ്പോഴും ഉണ്ടാവും.
എല്ലാവരോടും ഞാൻ യാത്ര പോകുന്ന വിഷയമായി. ശരി ശരി. ഞാൻ പറഞ്ഞു വന്നത് നഞ്ചിയമ്മ ഇപ്പോ ലോകം മുഴുവൻ അറിയാവുന്ന, പക്ഷെ അവര് ഏക വിദ്യാലയത്തിന്റെ അട്ടപ്പാടി പ്രകടനത്തിന്റെ പ്രസിഡന്റായിരുന്നു. അന്നും ഇന്നും പ്രസിഡന്റ് ഇരിക്കണം. ഇങ്ങനെയുള്ള വനവാസി മേഖലയിലുള്ള ഒത്തുകളാണ് പല ഭാഗത്തും പല സമയത്തും നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ആ മേഖലയിലുള്ള നമ്മുടെ പോക്കാണ്. ഇപ്പൊ അവസാനമായിട്ട് നമ്മുടെ ലീഗൽ സെൽ ഓരോ സാധാരണ ഹിന്ദുവിനും ഉന്നത കോടതിയിലേക്ക് പോകുന്ന സമയത്ത് വരുന്ന സാമ്പത്തിക ബാധ്യതകൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കോടതി കേന്ദ്രങ്ങളിലും ഒരു ലീഗൽ സെൽ 7-8 പേരടങ്ങുന്ന ലീഗൽ സെൽ രൂപീകരിച്ചിട്ട് സൗജന്യമായിട്ട് അവർ കേസുകൾ നടത്തും. പക്ഷെ പറഞ്ഞു ഇങ്ങനെ ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് വിവിധ മേഖലകളിൽ ആയാമങ്ങൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടന രൂപീകരിച്ച് ഇതിനൊക്കെ പ്രതിവിധി കണ്ടുവരുന്നു. അപ്പോൾ രാമജന്മഭൂമിയുടെ മോചനം മാത്രമല്ല, ഇത് നേരത്തെ ഇവിടുത്തെ മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞൊരു കാര്യം, ഹിന്ദുവിൻ്റെ ഇന്നത്തെ അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെ പറ്റിയൊക്കെ സ്വാമിക്കൊക്കെ പറഞ്ഞു. എന്താണ് ഇതിന്റെ കാരണം? ഇപ്പൊ ഏറ്റവും കൂടുതൽ വൃദ്ധസദനം നടത്തുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ, അച്ഛൻ ദൈവമാണ്, അമ്മ ദൈവമാണ്, ഗുരുദൈവമാണ്, അതിഥി ദൈവമാണ് എന്നൊക്കെ പഠിപ്പിച്ചുള്ള സംസ്കാരത്തിന്റെ ഉടമകൾ ന്യൂജൻ ഇന്ന് അച്ഛനും അമ്മയെയും ഒരു പ്രായം കഴിയ സമയത്ത് വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞേക്കും, അല്ലെങ്കിൽ ക്ഷേത്ര നടയിൽ കൊണ്ടുപോയി തള്ളുന്നു, പ്രത്യേക മുറിയിൽ പൂട്ടിയിടുന്നു. ഇതെന്തുകൊണ്ട് ഈ മഹത്തായ സംസ്കാരത്തിന്റെ ഉടമകൾ എന്ന് പറയുന്ന നമ്മുടെ പുതിയ തലമുറ ഇത് ചെയ്യും? ഇത് സാധാരണക്കാരൻ ചെയ്യുന്നുണ്ട്, സാമ്പത്തിക ശേഷികളും ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ്? 2, ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഹിന്ദു സമൂഹത്തിൽ. ആയിരങ്ങൾ, ഓരോ മാസവും ആയിരങ്ങളാണ് വിവാഹമോചനം നേടി പോകുന്നത്. 1 വർഷം, 2 വർഷം, 3 മാസമൊക്കെ കഴിയുന്ന ചേട്ടാ എന്നാൽ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം എന്ന് പറഞ്ഞ് പിരിയുന്ന അവസ്ഥ വരും. മദ്യം കഴിക്കുന്ന വിഭാഗം, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ കൈവറക്കും. സ്ത്രീകൾ മദ്യപിക്കുന്നു, 42% സ്ത്രീകൾ മദ്യപിക്കുന്നു. വിവാഹം കഴിച്ചുള്ള സ്ത്രീകൾ, വീട്ടമ്മമാർ ഒളിച്ചോടുന്നു, കുട്ടികളെ കൊല്ലുന്നു. അപ്പൊ എന്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഈ മഹത്തായ സംസ്കാരത്തിന്റെ ഉടമകളായിട്ടുള്ള നമ്മുടെ തലമുറയിൽ, പുതിയ തലമുറയിൽ ഈ തരത്തിലുള്ള കാര്യം നടക്കാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? എന്നാൽ ഇവിടെ ക്ഷേത്രങ്ങൾ ഉയരുന്നു, എല്ലാ ക്ഷേത്രങ്ങളും ആയിരങ്ങൾ പങ്കെടുക്കുന്നു, ഇവിടെ സപ്താഹങ്ങൾ നടക്കുന്നു. ചിദാനന്ദ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞ വമ്പിച്ച കരിമരുന്ന് പ്രയോഗം നടക്കുന്നു. ക്ഷേത്ര ഉത്സവത്തിലൊക്കെ ഉത്സവം പൊടിയൊടിക്കുന്നു. പക്ഷെ ആ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ഹിന്ദു സമൂഹത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം?
ഇതിന്റെ കാരണം സാധാരണ നമ്മൾ പറയാറുണ്ട് വളർത്തു ദോഷം. വീടുകളിൽ നിന്നാണ് ഇതൊക്കെ പകർന്നു കൊടുക്കുന്നത്. ചിദാനന്ദ സ്വാമി പറഞ്ഞത് വൈദേശിക ശക്തികൾക്ക് ഹിന്ദുധർമ്മം പൂർണ്ണമായും തകർക്കാൻ പറ്റാതെ പോയതിന്റെ കാരണം ഹിന്ദുവിന്റെ കുടുംബ വ്യവസ്ഥ ശക്തമായത് കൊണ്ടാണ്. കുടുംബത്തിൽ കൂടിയാണ് ഇത് പകർന്നു വരുന്നത്, അല്ല പകർന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അവ കുടുംബ വ്യവസ്ഥ ശക്തമായത് കൊണ്ടാണ് നമ്മുടെ സംസ്കാരം തകരാൻ, അത് പൂർണ്ണമായി തകർക്കാൻ പറ്റാതെ പോയതിന്റെ ഒരു കാരണം എന്ന് സ്വാമിജി പറയാറ്. പക്ഷെ ഇന്നത്തെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഹിന്ദുവിന്റെ വീട്ടിലെ സ്ഥിതി എന്താണ്? അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങള്, അവന്റെ പെരുമാറ്റം, അവന്റെ പിറന്നാൾ ആഘോഷം, ുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആചരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഇത് പഠിപ്പിക്കേണ്ടത് ആര്, എങ്ങനെ? അപ്പൊ അരി കലത്തിനെടുത്ത സമയത്ത് ഒരു പിടി അരി നമ്മൾ മാറ്റി വെക്കും. അരി വെന്ത് ചോറായാൽ ആദ്യത്തെ ഉള്ള പക്ഷികൾക്ക് കൊടുക്കും. എന്തിനേറെ ഈ മലബാറിയിലൊക്കെ നമ്മളെ ഓലപ്പുര വർഷത്തിൽ മേയുന്ന സമയത്ത്, അത് പൊളിച്ചു മാറ്റി രണ്ടാമത് കെട്ടുന്ന സമയത്ത്, ആ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂറക്ക് വെക്കുക എന്ന് പറയുന്ന ഈ ഏരിയ എന്തായാലും പേര് പറയാൻ നമുക്കറിയില്ല. അതായത് ഈ മറ്റേ കൂറ അതേമാതിരിയുള്ള ജീവികൾക്കുള്ള ആവാസ വ്യവസ്ഥ ഈ പിന്നെ ഓരൊക്കെ മാറ്റുന്ന സമയത്ത് അതൊക്കെ മാറും. അപ്പൊ അവർക്കായൊരു സംവിധാനം നിലവിൽ വരുന്നവരെ ഭക്ഷണ ക്രമീകരണമാണ് ഈ കൂറക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. എത്ര വലിയ കാഴ്ചപ്പാടാണ്! നമ്മളെ ഒരു 100 തേങ്ങ ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ 100 വരെ എണ്ണി പിന്നെ അയാളെ വാങ്ങേണ്ടത് 1 2 എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കും. ഈ എക്സ്ട്രാ കൊടുക്കുന്ന ലോകത്ത് ഒരു സ്ഥലത്തുമില്ല. തുലാസിൽ അരി നോക്കിക്കഴിഞ്ഞാൽ, തുലാസ് കറക്റ്റായി കഴിഞ്ഞാൽ പിന്നീട് കച്ചവടക്കാരുടെ വക ഒരു തട്ട് കിട്ടി. ഇതൊരു സ്ഥലത്തുമില്ല. ഇതെല്ലാം ജീവിതമാണ്. ഹിന്ദു എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിതം എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്. എന്തിനേറെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പുരുഷന്മാരെ കുട്ടികളാക്കണം, നീണ്ട നിവർന്ന് കിടക്കണം, ചെരിഞ്ഞ് കിടക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് ചെരിഞ്ഞ് കിടക്കണം, അതൊരു ശരീരശാസ്ത്രം അനുസരിച്ച് അങ്ങനെ കിടക്കണം. ഊണിലും ഉറക്കിലും ഇതൊക്കെ ഹിന്ദുവിന്റെ സംസ്കാരങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് ഇത് ജീവിത രീതിയാന്ന് പറയാൻ കാരണം. ഇത് പകർന്നു കൊടുക്കുന്നത് വീടുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് അമ്മ നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ രാജ്യം നന്നാവും, രാജ്യം നന്നായാൽ രാഷ്ട്രം നന്നാവും. അമ്മയാണ് കേന്ദ്രബിന്ദു. അതുകൊണ്ട് അച്ഛനുത്തരവാദിത്തം ഇല്ലാന്നല്ല, പക്ഷേ അമ്മയാണ് പകർന്നു കൊടുക്കേണ്ട. താരാട്ട പാട്ട് പാടി ഉറക്കണം, കഥകൾ പറഞ്ഞു കൊടുക്കണം, ഓരോ കാര്യങ്ങൾക്ക് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അച്ഛനമ്മയും ദൈവമാണ്. അച്ഛൻ്റെ കാലത്തൊട്ട് വന്ദിക്കും. രാവിലെ എഴുന്നേറ്റ് അച്ഛൻ്റെ കാലത്തൊട്ട് വന്ദിച്ചു. അച്ഛൻ ജീവിച്ചിരിപ്പിലേക്ക് അച്ഛനെ സ്മരിക്കുവാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എങ്കിലേ അവൻ അച്ഛൻ ദൈവമാണെന്ന സങ്കല്പത്തിലേക്ക് എത്തും. അവിടെ മമ്മിയും ഡാഡിയും വിളിപ്പിച്ചാൽ എങ്ങനെ വരും? ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരിന്റെ ഡാഡിന്ന് പ്രാർത്ഥിക്കും, ചോറ്റാനിക്കനെ പോയിട്ട് ചോറ്റാനിക്കൻ മമ്മിയെന്നും പ്രാർത്ഥിക്കും. അപ്പൊ അവിടെ നാട് കടത്തപ്പെടുകയാണ് നമ്മുടെ സംസ്കാരം. ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മയാണ് ഇതൊക്കെ പകർന്ന് പഠിപ്പിച്ച് അവന്റെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നത്. വസ്ത്രധാരണം,
ആളുകളോട് പെരുമാറേണ്ടത്, എഴുന്നേറ്റത് നമസ്കാരം പറയൽ, സന്യാസിമാരാണെങ്കിൽ ദീർഘ നമസ്കാരം ചെയ്യൽ, ആളുകളെ ബഹുമാനിക്കുന്ന തരം എങ്ങനെയൊക്കെയാണ്, സ്ത്രീകൾ എങ്ങനെയാണ് മറ്റുള്ള പുരുഷന്മാരോട് സംസാരിക്കേണ്ടത്, ഇങ്ങനെ ഓരോന്നിനും ഓരോ ജീവിതത്തിലും ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കണം. ഇതില്ലാത്തത് കൊണ്ടാണ് സാധാരണ ആൾക്കാർ പറയുന്നത് വളർത്തു ദോഷം എന്ന് പറയാറ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അമ്മമാരോട് പ്രത്യേകിച്ച് ദശാവതാരങ്ങൾ കൃത്യമായിട്ട് കൃത്യം വേണ്ട, ദശാവതാരങ്ങൾ എനിക്കറിയാം, അങ്ങനെ അതൊക്കെ കൈവരുത്തും. ദശാവതാരങ്ങൾ കമലാസന്റെ ദശാവതാരമല്ല, നമ്മുടെ മഹാവിഷ്ണുവിന്റെ ദശാവതാരം. ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ ന്യൂനപക്ഷം മാത്രമേ നമുക്ക് പ്രധാനപ്പെട്ട ഈ തരത്തിലെ കാര്യങ്ങൾ വരെ അറിയില്ല. ഇത് കുട്ടികൾക്ക് ഇങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും? ദശപുഷ്പങ്ങളെ കാര്യം ചോദിക്കുന്നത്. പിറന്നാൾ ആഘോഷിക്കുന്നത് പലപ്പോഴും കേക്ക് മുറിച്ച് വായിലേക്ക് തള്ളിക്കാറ്റി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് മെഴുകുതിരി ഊതിക്കെടുത്തി, അഗ്നി നമുക്ക് ഈശ്വരനാണ്, അത് ഊതിക്കെടുത്തിട്ട് മൊത്തത്തിൽ നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പിറന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റുമോ? ഇപ്പൊ സംഘത്തിന്റെ വിദ്യാലയ സ്കൂള് ചില സംഘടനകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷ ജനതക്കും ഇതിന്റെ കാര്യങ്ങൾ അറിയാം. അപ്പൊ ഈ സംസ്കാരം പകർന്നു കൊടുക്കുന്ന കേന്ദ്രങ്ങൾ ആവശ്യമാണ്. അഭിമാനിക്കാൻ ഹിന്ദുവിന്റെ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇത് ഹിന്ദു സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം. അതിനാണ് നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സാപ്താഹിക സത്സംഗം എന്ന പേരിൽ ആഴ്ചക്ക് ഒരു ദിവസമല്ല ഒരുമിച്ച് കൂടെ. അതിന് ഒരുമിച്ച് കൂടിയ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കുന്നു. 10 ഈശ്വരനാമങ്ങളുടെ പേരുകൾ പറയാൻ വേണ്ടി പറയണം. ഇന്നത്തെ കുട്ടികൾക്ക് ഇടുന്ന പേരുകൾ മേട്ടു, റിറ്റു, വിറ്റു, കിറ്റു എന്നൊക്കെയാണ്. ഈശ്വരനാമങ്ങളുണ്ട്. മോഹൻലാലിന്റെ മകന്റെ പേരെന്താ? കാളിദാസ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും വിറ്റു, കിറ്റു, റിറ്റു ഒക്കെയാണ്. അപ്പൊ ഈശ്വരനാമങ്ങളുള്ള പേരുകളുള്ള കുട്ടികൾക്ക് ഇതെല്ലാം വീടുകളിൽ നിന്നാണ്, എല്ലാം വീടുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ഹിന്ദു ഭവനം എങ്ങനെയായിരിക്കണം, അവിടുത്തെ അമ്മ പകർന്നു കൊടുക്കേണ്ട സംസ്കാരം എങ്ങനെയായിരിക്കണം, ഭക്ഷണം കൊടുക്കേണ്ടത് അന്നം മാതൃഹസ്തേന, അമ്മ കൊടുക്കണം, ഉളമ്പി കൊടുക്കണം ഭക്ഷണം, ഇങ്ങനെയുള്ള ഓരോ ജീവിത രീതികളുണ്ട്. ഇത് വീടുകളിൽ നിന്ന് പങ്കു കൊടുക്കണം. ഇത് കിട്ടാത്തതാണ് ഇന്നത്തെ പ്രശ്നം. പിന്നെ ഒരുമിച്ച് കൂടല്, കുടുംബാംഗങ്ങള് വ്യത്യസ്ത തലങ്ങളാൽ ജീവിക്കുന്നെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തണമെന്നാണ് ഹിന്ദുവിന്റെ പ്രശ്നങ്ങളുള്ള പരിഹാരമാണ് നേരത്തെ സങ്കല്പം. അതൊക്കെ അപ്പൊ അതും നമുക്കില്ല. എല്ലാം നമ്മൾ കാറ്റിൽ പറത്തി പാശ്ചാത്യ സംസ്കാരം അനുകരിച്ചു. കുഴിമന്തി, ബിരിയാണി, മറ്റ് പല ഭക്ഷണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നമ്മൾ ആരോഗ്യം നശിച്ചു. ഇതൊക്കെ പാശ്ചാത്യ ലോകത്ത് ഇതൊക്കെ ആവശ്യമായിരിക്കാം. പക്ഷെ നമ്മുടെ ഭൂമിക്ക് പറ്റിയതാണോ, നമ്മുടെ സംസ്കാരത്തിന് ജീവിതത്തിന് പറ്റിയതാണോ കുഴിമന്തി, ബിരിയാണി? ഇതൊന്നും നമ്മൾ എഴുതല്ല. പക്ഷെ നമ്മുടെ തലമുറ ഇന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം ഭക്ഷണ ക്രമീകരണത്തിന്റെ കുഴപ്പമെന്നാണ്. ഓരോന്നും ഹിന്ദു സംസ്കാരത്തിന്റെ ഭക്ഷണ രീതി ആയിക്കോട്ടെ, ഭാഷയുടേതായിക്കോട്ടെ, വേഷത്തിൻ്റെതായിക്കോട്ടെ ഒക്കെ പത്തരമാറ്റാണ്. ഹിന്ദു അഭിമാനത്തോടെ സ്വാഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ ഹിന്ദുത്വം, ഹിന്ദു സംസ്കാരം വീടുകളിൽ വരണം. അതിനാണ് സത്സംഗം. അത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, പ്രസംഗങ്ങളുടെ കുറവൊന്നും നമ്മുടെ നാട്ടിലില്ല, സപ്താഹങ്ങളുടെ കുറവ് നമ്മുടെ നാട്ടിലില്ല. ക്ഷേത്രങ്ങളൊക്കെ ഗംഭീരം തന്നെയാണ്. പക്ഷെ ഓരോ ഹിന്ദുവിന്റെ വീട്ടിലും അവന്റെ ഹൃദയത്തിലും ഈ ഒരു കാര്യം ഉറപ്പിക്കണമെങ്കിൽ 10ഉം 15ഉം കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി അവന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് പഠിപ്പിക്കണം. അവന്റെ പ്രശ്നങ്ങൾ കേൾക്കണം, അതിന് പരിഹാരം കാണും. അത് ഒരുമിച്ച് കൂടലാണ് ഇതിന്റെ മുഖ്യ ശക്തി.
ഇനി മറ്റൊന്ന്, കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നേരെ വരുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്ന സമയത്ത് അത് ശാരീരികപ്പെടും. ഒരു കാലത്ത് പറഞ്ഞിരുന്നു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. അത് നമ്മൾ കൊടുത്ത മറുപടി എന്താ? ആർക്കെങ്കിലും പുരുഷന്മാർക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കൊടുത്തൊരു മറുപടിയുണ്ട്. ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന് പറഞ്ഞിരുന്നു. കുറച്ചു കാലത്തേക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ പ്രോത്രം അത് ശക്തമായി വന്നിരുന്നു, തുടർന്നു വന്നു. അവസാനം ഓരോ RSS പ്രവർത്തകന്റെയും വിശ്വ പരിഷത്തിന്റെ പ്രവർത്തകന്റെയും മറ്റ് പരിവാസങ്ങളുടെ നേതൃത്വത്തിന്റെയും പേരും വീടും സ്ഥലവും ഒക്കെ അറിയാം എന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇതെവിടെയാ സംഭവിച്ചത്? ഹിന്ദുക്കൾക്ക് ക്ഷാത്രവീര്യവും ധർമ്മ തേജസ്സും വേണം, ക്ഷാത്രവീര്യവും വേണം. എല്ലാ ദേവന്മാരുടെ കയ്യിലും ആയുധമുണ്ട്. ധർമ്മ സംരക്ഷണത്തിനാണ് ശസ്ത്രം. അതുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് തന്നെ പറഞ്ഞിരുന്നു, ശാസ്ത്രം. ഒരു വീട്ടിൽ ശസ്ത്രവും വേണം, ശാസ്ത്രവും വേണം. കാരണം അറിവിനുള്ളവരുടെ കയ്യിൽ ഇത് കൊടുത്തു. ശാസ്ത്ര വസ്ത്രചിത്ര, പരമ്പരാഗത വസ്ത്രം ധരിക്കണം. ഏതെങ്കിലും ഈശ്വരന്റെ ഒരു ഫോട്ടോ വീടുകളിൽ വരണം. അപ്പൊ ശസ്ത്രത്തിന് ധർമ്മ സംരക്ഷണാർത്ഥം വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല. അപ്പൊ പലപ്പോഴും നമ്മളെ പഠിപ്പിച്ച വിദ്യാഭ്യാസ രീതിയിൽ കൂടി നമ്മളെ ആണും പെണ്ണും കിട്ടാക്കി മാറ്റിയിട്ട് നമ്മളെല്ലാം കൊള്ളേണ്ടവരാണെന്നുള്ള ചിന്ത ഒരു ഹിന്ദു മനസ്സിലുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും നമ്മൾക്ക് 21 കലാപത്തിന് ശേഷം അല്ലാതൊക്കെ എത്രയോ ആളുകളുടെ ജീവൻ വലിയ അർപ്പണം ചെയ്യേണ്ടതായിട്ട് വന്നു. കലാപങ്ങൾ നമ്മൾ നിരവധി ആൾക്കാരെ മരിച്ചു. അപ്പൊ ഹിന്ദു പ്രതിരോധിക്കുന്നത്, ഹിന്ദുവിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ സംഘർഷത്തിന്റെയും പരാക്രമത്തിന്റേതുമാണ് ഹിന്ദുവിന്റെ ചരിത്രം. 400 വർഷക്കാലം ലോകത്ത് ഇസ്ലാമിക ശക്തികളെ തടഞ്ഞു നിർത്തിയത്, പൊരുതി നിന്നത്, പടപൊരുതിയത് ഹിന്ദുക്കൾ മാത്രമാണ്. ഛത്രപതി ശിവജി, റാണ പ്രതാപ്, അങ്ങനെ നിരവധി ആൾക്കാർ, പഴശ്ശിരാജ, ഓരോ പ്രാദേശിക അതൊക്കെ രണശൂരന്മാരായ രാജാക്കന്മാരുടെ താന്തിയ തോന്നിയൊക്കെ പിടിച്ചു കെട്ടിയിട്ട് ഊരാളുടെ സൊസൈറ്റിയുടെ താർമീക കോളത്തിൽ കൊണ്ടിട്ട് അടിയിൽ തീ കൊടുത്തു. മതമാനം ചെയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല. മതം മാറിയാൽ നിന്നെ ചുട്ടുകൊല്ലില്ല, ഞാൻ മതമാനം ചെയ്യാറില്ല. അദ്ദേഹത്തിന്റെ അംഗങ്ങൾ ഓരോന്ന് കൈകളും കാലുകളും വെട്ടി. ഇത് അദ്ദേഹം മതമാനം ചെയ്യാറില്ല. അവസാനം അദ്ദേഹത്തിന്റെ മകന്, ആ പിഞ്ചു കുട്ടിയെ, ആ കുട്ടിയുടെ ഓരോ ശരീര ഭാഗങ്ങളും വെട്ടി തീയിലിട്ടു. നീ മതമാനം ചെയ്യാറുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ ബന്ധാവൈരാഗ്യയുടെ പിന്മുറക്കാൻ അവരെയാണ് ഇപ്പോ അരിയും പലരും കരുതിക്കോ മര്യാദയ്ക്ക് ജീവിച്ചോ എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നം ഹിന്ദുവിന്റെ യഥാർത്ഥ ചരിത്രം എന്താണ്? വേണ്ടി ഏതറ്റം വരെയും പോകാൻ നമ്മൾ തയ്യാറായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് മെക്കാണ സാഹിബിന്റെ വിദ്യാഭ്യാസം നമ്മളെ പരുവത്തിന് പറഞ്ഞു വന്നത് യഥാർത്ഥ ഹിന്ദുവിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കണം. RSSന്റെ ശാഖയിൽ ഒരു കളിയുണ്ട്. ഏതാണ്? മൈ ശിവാജി ഹോ കേട്ടില്ലേ? ഈ ഇരിക്കുന്ന ആൾക്കാരൊന്ന് കൈവന്നു RSSന്റെ ശാഖയിൽ പോയ ആൾക്കാർ കളിച്ചിട്ടില്ലേ? എന്തിനാ കളി? ഞാൻ ശിവജിയാണെന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സംഭവങ്ങളും കളികളും ഒക്കെ ഹിന്ദു സമൂഹത്തെ ചെറുപ്പക്കാർക്ക് ക്ഷാത്രവീര്യം ഉണ്ടാവണം. മാറാട് കലാപുണ്ടായ സമയത്ത് കലാപകാരികൾക്ക് വാളെടുത്ത് കൊടുത്തത് ഉമ്മമാരാണ്. പുഷ്പരാജൊക്കെ വെട്ടുകൊണ്ട് ഓടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹിന്ദു വീട് വാതിൽ തുറന്നു കൊടുത്തിരുന്നെങ്കിൽ പുഷ്പരാജ് വധിക്കപ്പെടില്ലായിരുന്നു. എല്ലാവർക്കും സ്വന്തം സുരക്ഷ നോക്കി. പറഞ്ഞു വരുന്നത് അവിടെ അമ്മമാർക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു ആ കലാപം. അപ്പൊ അമ്മമാർക്ക് വാഴത്ത് കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ധർമ്മസംരക്ഷണാർത്ഥം കോത്താരി സഹോദരന്മാരുടെ അമ്മ 2 അമ്മക്കളെയും പോലീസ് വെടിവെച്ചു കൊന്നു കർസേവയിൽ.
തിരുവനന്തപുരത്ത് വെച്ചിട്ട് പത്രക്കാർ ചോദിച്ചു, 2 ആൺമക്കളെയും വെടിവെച്ച് കൊന്നല്ലോ, ഏതായാലും അയോധ്യ ക്ഷേത്രമൊന്നും വരുവാൻ പോകുന്നില്ല, നിങ്ങൾക്ക് യാതൊരു വിഷമവുമില്ലേ, ദുഃഖമില്ലേ എന്നൊക്കെ ചോദിച്ചു അമ്മയോട്. അമ്മ പറഞ്ഞു, എനിക്കൊറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ, ഇനിയും ഒരു കർഷകർക്ക് വിശ്വഹിന്ദുവെടുത്ത് ആഹ്വാനം കൊടുത്താൽ പറഞ്ഞേക്കാൻ എനിക്ക് ആൺമക്കളില്ലാലോ എന്ന്. ഇവരെയാണ് വീരപ്രസവികൾ എന്നൊക്കെ പറഞ്ഞത്. ഇങ്ങനെയുള്ള അമ്മമാരുമാണ് നമുക്ക്. അപ്പൊ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പകച്ചു നിൽക്കാതെ അതിനെ തരണം ചെയ്യാൻ ഹിന്ദു കുടുംബങ്ങൾക്ക് സാധിക്കണം. വിശിഷ്യ മലപ്പുറം ജില്ലയിലൊക്കെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് യുവശക്തിയെ സമാഹരിക്കണം. ബജരംഗങ്ങൾ പോലുള്ള സംഘടനകൾ ഇവിടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഓരോ സ്ഥലത്തും അതിന് പറ്റിയ ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിക്കണം. അവർക്ക് എല്ലാ പരിശീലനങ്ങൾ കൊടുത്ത് നമ്മുടെ മാനവികത്വങ്ങളും നമ്മുടെ ആചാര്യന്മാരെയും ക്ഷേത്രങ്ങളെയും ഹിന്ദുക്കളെയും സംരക്ഷിക്കാൻ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം വേണം. അങ്ങനെ വരുന്ന സമയത്ത് ധർമ്മ സംരക്ഷണം, ധർമ്മവും രക്ഷതി രക്ഷിത എന്നൊക്കെ വരുന്ന അർത്ഥവാക്യങ്ങൾ പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സേവ, സുരക്ഷ, സംസ്കാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സംസ്കാരം എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കല്, സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ഹിന്ദുവിനെയും ആക്രമിക്കപ്പെടാതെ ഒരു ക്ഷേത്രങ്ങൾക്കും കേടുപാട് സംഭവിക്കാതെ സമാജത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഹിന്ദു സമാജത്തിന് സാധിക്കണം. അതിന് വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനം വ്യാപകമാകണം, സർവസ്പർശിയാണ്. സർവ മേഖലകളിലും അതിന്റെ പ്രവർത്തനം എത്തി സംഘടിതമായ യൂണിറ്റുകൾ ഓരോ സ്ഥലത്തും വേണം. ഇതാണ് നമ്മൾ തീർത്ഥജല മഹാവിതരണം കൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 25 കോടി ജനങ്ങളിലേക്ക് നമ്മൾ ഈ സന്ദേശം എത്തിയ സമയത്ത് നമ്മുടെ സമിതികളുണ്ടാവും ഇരട്ടിക്കും. ഇപ്പൊ കേരളത്തിലെ 2000-ൽ പരം പുതിയ സമിതികൾ അക്ഷര വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ പോലും നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന പല പ്രകടനങ്ങളും സജീവമായി സക്രിയമായി വരുന്നു. ഇതൊക്കെ ഈ അവസാനത്തെ ഇതിന്റെ ഭാഗമായി. ഇപ്പൊ തീർത്ഥജല വിതരണത്തോടു കൂടി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മളെ പ്രവർത്തനം എത്തുകയും ഹിന്ദു സമൂഹത്തെ ജാഗരൂകരാക്കുകയും നമ്മുടെ പ്രവർത്തനം ശക്തമാക്കി സംഘടനാ പ്രവർത്തനത്തെ കൂടി ഇതിന് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. അപ്പൊ അതാണ് അക്ഷര വിതരണം എന്ന പരിപാടി. കേരളത്തിലെ മാർച്ച് 15 മുതൽ ഏപ്രിൽ 15 വരെയാണ് ഇതിന്റെ സമയം. ഈ എല്ലാ സ്ഥലങ്ങളിലും ഏതൊക്കെ സ്ഥലങ്ങളിലാണോ വേണ്ടത് കൊച്ചു കൊച്ചു പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് തീർത്ഥജല വിതരണം നമ്മൾ നടത്തണം. അപ്പോൾ അതോടുകൂടി നമ്മൾ അയോധ്യയായിട്ടുള്ള എല്ലാ പരിപാടികളും അവസാനിച്ചു. നമ്മളെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അവസാനത്തെ തീർത്ഥജലവും പിന്നെ അവിടെ പോകുന്ന കാര്യത്തിലായിട്ട് സംവിധാനങ്ങൾ സാധാരണ രീതിയിൽ തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് പോയി വരാൻ തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് പോകാം. പ്രത്യേക വ്യവസ്ഥയുടെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വലിയ രാവിലെ മുതലേ ഇരിക്കുന്ന ആൾക്കാരോട് കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം നീട്ടുന്നില്ല. നമ്മുടെ സംഘടന കലിയുഗത്തിന്റെ സംഘടനയിലാണ് ശക്തി. അത് വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തന വ്യാപനത്തിലൂടെ ആകണം. അതാണ് ഇതിന് പരിഹാരം. ജയ് ശ്രീരാം പറഞ്ഞാൽ 3 പ്രാവശ്യം എല്ലാ ആൾക്കാരും ഒച്ചത്തിൽ. ഇത് കഴിഞ്ഞാൽ ഊണാണ്, തീർത്ഥവിതരണത്തിന് ശേഷമുണ്ട്. അപ്പം അതിന് എല്ലാ ആൾക്കാരും ജയ് ശ്രീരാം പറയും, ഒച്ചത്തിൽ ജയ് ശ്രീരാം വിളിക്കണം. ഞാൻ 1 പ്രാവശ്യം വിളിച്ചു തരും, 3 പ്രാവശ്യം ഏറ്റു വിളിക്കണം എല്ലാ ആൾക്കാരും.